ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഊട്ടി മല്ലൂസ്. അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് സാറ്റർഡേ ആണ്, എബിക്കുട്ടിന് ലീവാണ് ഇന്ന്. അപ്പം ഞാനിന്ന് വിചാരിച്ചു കുറേ ആയി ഡെയിലി റൊട്ടീൻ വീഡിയോ എടുത്തിട്ട്, അപ്പോൾ ഇന്ന് ഡെയിലി റൊട്ടീൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ എണ്ണീറ്റ വശം തന്നെ ഞാൻ ചൂട് വെള്ളം കുടിച്ചു. ഇവിടുത്തെ ക്ലൈമറ്റിൽ നമുക്കാണെങ്കിൽ തിളപ്പിച്ച ആറിച്ച വെള്ളം തന്നെ ഇവിടെ കുടിക്കാൻ പറ്റുള്ളൂ. നമ്മൾ നാട്ടിലത്തെ പോലെ നോർമൽ വെള്ളം കുടിക്കാൻ പറ്റില്ല. എപ്പം നമുക്ക് ജലദോഷവും പനിയും ചുമയൊക്കെ വന്നെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ ഞാനാണെങ്കിൽ വെള്ളം തിളപ്പിക്കുമ്പോൾ ഞാൻ കുറച്ച് ജീരകം ഇടും. ഓൾറെഡി ഞങ്ങൾക്ക് വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ്, അപ്പോൾ ഈ ജീരകത്തിൻ്റെ ഫ്ലേവർ വരുമ്പം കുടിക്കാനും ഈസി ആയിരിക്കും. അപ്പം നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് തുടങ്ങാം. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഓട്ടപ്പവും ബീഫ് കറി ഉണ്ടാക്കാനായിരുന്നു പ്ലാന്. പക്ഷേ പ്ലാനിലൊരു ചേഞ്ച് വന്നു. അപ്പോൾ ഇന്ന് ദോശയും ബീഫ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ദോശയുടെ മാവ് ഇരിപ്പുണ്ടായിരുന്നു. സമയം ഇപ്പം 6:30 ഗൈസ്. ഞാനാണെങ്കിൽ തുണി വിരിക്കാനാണെങ്കിൽ ടെറസിൽ പോയപ്പം ഭയങ്കര തണുപ്പും ഗംഭീര കാറ്റുമാണ്. ഞാൻ വിചാരിച്ചാൽ പറന്നു പോകുന്നു, അതുപോലെ കാറ്റ്. ഇന്നലെ രാത്രിയിലും ഭയങ്കര കാറ്റൊക്കെ ആയിരുന്നു. അപ്പത്തെ വീട്ടിലെ അവരുടെ ഷീറ്റ് വരെ സൗണ്ടൊക്കെ ഉണ്ടാക്കി. ഞാൻ വിചാരിച്ചു എന്തുമായിരിക്കുമെന്ന്. അതുപോലെ കാറ്റും മഴ എന്തായാലും ഇല്ല കേട്ടോ. എന്തായാലും മഴ പെയ്യാതിരിക്കട്ടോ എന്ന് വിചാരിക്കുന്നത്. ഞാൻ തുണി ഉണങ്ങി കിട്ടിയാൽ മതി. മോൻ്റെ സ്കൂളിൻ്റെ യൂണിഫോമൊക്കെ ഉണ്ടേ, സ്കൂൾ യൂണിഫോമും അവൻ കൊണ്ടുപോകുന്ന ലഞ്ച് ബാഗും എല്ലാം ഞാൻ കഴുകിയിട്ടു. അതൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയാൽ മതിയായിരുന്നു. മഴ പെയ്യാതിരുന്നാൽ മതി. കാറ്റും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, മഴയൊന്നും പെയ്യാതിരുന്നാൽ മതി. അങ്ങനെ ഞാൻ ബീഫ് ഉണ്ടാക്കേണ്ട പരിപാടികളെല്ലാം തുടങ്ങി. കുട്ടികൾ രണ്ടുപേരും നല്ല ഉറക്കമാണ്. അങ്ങനെ ഇച്ചായനും എണ്ണീറ്റിട്ടുണ്ട്. എണ്ണീറ്റ വശം തന്നെ ഇച്ചായൻ ചോദിച്ചു ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് ഓട്ടപ്പവും ബീഫ് കറി ഉണ്ടാക്കാം. ഇച്ചായനാണെങ്കിൽ ഒരു ഹെൽപ്പ് ചെയ്യുമോ, എനിക്ക് അതിൻ്റെ ബാറ്റർ ഒന്നും ഉണ്ടാക്കി തരുമോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പം തന്നെ എടുത്ത വശം ആള് പറഞ്ഞേ, നീയല്ലേ പറഞ്ഞത് ദോശമാവ് ഇരിപ്പുണ്ട്, അപ്പോൾ അത് മതി ഇന്ന്. ദോശയും ബീഫ് കറിയാ ടേസ്റ്റ്, ഓട്ടപ്പം ഒന്നും നമുക്ക് വേണ്ട. അതിൻ്റെ ബാറ്റർ ഉണ്ടാക്കേണ്ട മടിയും കൊണ്ടേ ആളവിടുന്ന് പിന്നെ മുങ്ങി. അങ്ങനെ എബിക്കുട്ടൻ ഉറങ്ങിയൊക്കെ എണ്ണീറ്റു. ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ അവിടെ ഒരു ബിസ്ക്കറ്റ് ഇരിക്കുന്നത് കണ്ടു. അത് ചെറിയ സ്ലൈസ് ആയിട്ടുള്ള നൈസായിട്ടുള്ള ഒരു ബിസ്ക്കറ്റാണ്. അപ്പോൾ അത് അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി ഉച്ചക്കത്തെ പരിപാടിയെല്ലാം ഇപ്പം തന്നെ തുടങ്ങിയാലേ പണിയൊക്കെ തീരുള്ളൂ. നമ്മളെ ആണെങ്കിൽ ഒരു പണി ചെയ്യാനേ സമ്മതിക്കില്ല. ഒരെണ്ണം കഴിഞ്ഞാൽ പിന്നെ അടുത്തത്. അവനാണെങ്കിൽ ബിസ്ക്കറ്റ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ അവിടെ ഇരുന്ന് ചോക്കോസ് കണ്ടു. അപ്പോൾ അവന് ചോക്കോസ് ആണെങ്കിൽ പാലിലിട്ട് വേണമെന്ന് പറഞ്ഞു. ഇച്ചാനാണെങ്കിൽ ഒരു ചെറിയ പാക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അവനാണെങ്കിൽ കൊടുത്തു നോക്കാം, അവന് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് വലിയ പാക്കറ്റ് മേടിക്കാമെന്ന് പറഞ്ഞു. എന്തായാലും അപ്പം ഞാൻ ചൂട് പാലിലാണെങ്കിൽ ചോക്കോസൊക്കെ ഇട്ടിട്ട് അവന് കൊടുത്തു. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇച്ചായൻ കടയിൽ പോകുമ്പോൾ ഞാൻ കുറച്ച് നേരം ഷോർട്സ് അപ്ലോഡ് ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കും. ഇച്ചൂട്ടനാണെങ്കിൽ നല്ല ഉറക്കമാണ്. അപ്പം ഞാൻ ഇപ്പോൾ എബിക്കുട്ടനാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ്. ഇച്ചൂട്ടനാണെങ്കിൽ ഉറങ്ങി എണ്ണീറ്റു. അവന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തു. ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ദോശയും ബീഫ് കറിയും അടിപൊളി കോമ്പിനേഷനാണ്. നമുക്കെല്ലാവർക്കും കൂർക്ക ഭയങ്കര ഇഷ്ടമാണല്ലോ. അത് പിന്നെ നന്നാക്കാനും ഭയങ്കര പാടാണ്. അപ്പോൾ ഇപ്പോൾ കൂർക്കയാണെങ്കിൽ ഫ്രോസണിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ജസ്റ്റ് അതെല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുക. നമുക്ക് ജസ്റ്റ് കഴുകിയിട്ട് കുക്ക് ചെയ്താൽ മാത്രം മതി. ഇതപ്പോൾ കടയിൽ കൊണ്ട് തന്നു കഴിഞ്ഞപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഇന്ന് ഞാനാണെങ്കിൽ കൂർക്ക മെഴുക്ക് വരട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കത്തെ ലഞ്ച് ആണെങ്കിൽ ചോറ്, ബീഫ് റോസ്റ്റ് ചെയ്തത്, ക്യാരറ്റ് തോരന്, കൂർക്ക മെഴുക്ക് വരട്ടിയത്, മോര് കാച്ചിയത്. അപ്പോൾ ഇന്ന് നനച്ച് വെച്ചിരിക്കുന്ന തുണിയെല്ലാം ആണെങ്കിൽ ഇന്ന് ഒന്ന് അയൺ ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ പരിപാടിയെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. ഇന്ന് പിന്നെ ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ്. നാളെ ഞങ്ങൾക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. അതിൻ്റെ വിശേഷങ്ങളും എല്ലാ കാര്യങ്ങളും അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത് തന്നെയാണ്. ഇന്നത്തെ ക്ലൈമറ്റും ആകെ മൂടിയാണ്. ഇന്ന് മഴ പെയ്യാൻ എല്ലാ സാധ്യതയുണ്ട്. ഇപ്പം നാട്ടിലൊക്കെ നല്ല മഴയാണല്ലോ. ആസ് യൂഷ്വൽ ഞങ്ങൾ വൈകുന്നേരമാണ് ട്രാവൽ ചെയ്യുന്നത്. മഴ ഇല്ലെങ്കിൽ നമുക്ക് അടിച്ചു പൊളിച്ച് പോവാം. മഴയാണെങ്കിൽ നമുക്ക് പെതുക്കെ പോകാൻ പറ്റുള്ളൂ.
അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഗൈസ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, ഞങ്ങൾ ബെൻഡ് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ തന്നെ ആകെ മിസ്റ്റ് ഫോഗ് അടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് റോഡ് പോലും ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ഞങ്ങൾ പെതുക്കെയാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ രാജേട്ടൻ്റെ ടീ സ്റ്റോളിൽ കയറിയിട്ട് ഞങ്ങൾ ചായയും സോയയും പിന്നെ ആണെങ്കിൽ ചൂട് ബജ്ജിയും മേടിച്ചു. എനിക്കാണെങ്കിൽ സോയ വലിയ ഇഷ്ടമല്ല. ചായ പറഞ്ഞു നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, പക്ഷെ പൊള്ളി ടേസ്റ്റാട്ടോ. എന്നിട്ട് ചായനോട് ഞാൻ പറഞ്ഞു ചായ ഒരു പ്ലേറ്റും കൂടി മേടിക്കാൻ പറഞ്ഞു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾ ആരെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്യുമ്പം രാജൻ ടീ സ്റ്റോളിൽ കയറിയിട്ട് നിങ്ങൾ സോയ ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂർ എത്തി. ഇനി ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോവാം. ഞങ്ങൾ ഇന്നാണെങ്കിൽ ബോച്ച റെസ്റ്റോറൻറ്റിലേക്കാണ് ഡിന്നർ കഴിക്കാൻ പോകുന്നത്. ഈ റെസ്റ്റോറൻറ്റ് വീഡിയോ ആണെങ്കിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാൻ മറക്കരുത്. അങ്ങനെ ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റിൽ ചെന്നപ്പോൾ അവിടെ എല്ലാം മെനൂസ് ആണെങ്കിൽ കോംബോയിലാണ് കൊടുക്കുന്നത്. ഞങ്ങളാണെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ ഒരു കോംബോ എടുത്തു. അതിലാണെങ്കിൽ ഫ്രൈഡ് റൈസും ഒരു ചിക്കൻ്റെ ലെഗ് പീസും പിന്നെ ആണെങ്കിൽ ഒരു സോഫ്റ്റ് ഡ്രിങ്കും നമുക്ക് തരും. ഞങ്ങളാണെങ്കിൽ വേറൊരു കോംബോയും കൂടി എടുത്തു. ചിക്കൻ ആണെങ്കിൽ ബർഗർ, അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഫ്രഞ്ച് ഫ്രൈസും സോഫ്റ്റ് ഡ്രിങ്കും ഇൻക്ലൂഡ് ചെയ്യും. എനിക്ക് ഫ്രൈഡ് റൈസ് വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടേ ഇല്ല. പക്ഷേ അതിൻ്റെ ചിക്കൻ ലെഗ് പീസ് അടിപൊളി ടേസ്റ്റായിരുന്നു. പക്ഷേ ചിക്കൻ ബർഗർ അടിപൊളി ടേസ്റ്റ്. എനിക്ക് മയോണൈസ് അത്രയും വലിയ ഇഷ്ടമല്ല, പക്ഷേ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മയോണൈസ് അടിപൊളി ടേസ്റ്റാണ്. ഇതും നിങ്ങളാണെങ്കിൽ എന്തായാലും ബോച്ച റെസ്റ്റോറൻറ്റിൽ വരുമ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ അടിപൊളി വൈബും ഫുഡും ഒക്കെ വേറെ ലെവലാണ്. പക്ഷെ ഒരു കാര്യം മാത്രമേ എനിക്ക് മൈനസായിട്ട് പറയാൻ എന്താണെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിറ്റ് ചെയ്യണം നമ്മൾ ഫുഡ് വരാൻ, ഭയങ്കര ഡിലേ ആയിരുന്നു. അത് മാത്രമേ ഉള്ളായിരുന്നു ഒരു മൈനസ്. ബാക്കിയെല്ലാം ഫുഡും ആംബിയൻസും ഒക്കെ വേറെ ലെവലായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ചെറുതായിട്ടാണെങ്കിൽ മഴ തൂളാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇനി നാളത്തെ ഫംഗ്ഷൻ്റെ വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ബൈ ബൈ.